26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ഇടപെടൽ, സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം, ഇതുതന്നെയാണ് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കിയതെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കടലിടുക്കിലൂടെ ഒരു കാരണവശാലും ഇനി കപ്പലുകളെ കടത്തിവിടില്ല എന്ന് ഏകപക്ഷീയമായി തന്നെ ഇറാൻ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെയാണ് അമേരിക്കയും ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ കടുപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ CA ജോസുകുട്ടി കൂടി ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ CA ജോസുകുട്ടി. നിലവിൽ ഈ ആക്രമണം ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ആകുലതയും ആശങ്കയും തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇതിന് എന്താണ് ഒരു പ്രതിവിധി, എന്നിത് അവസാനിക്കും? നമ്മൾ വിചാരിച്ചതുപോലെ ഒരു സമാധാന ഉടമ്പടി താൽക്കാലികമായി അവർ എത്തിച്ചേർന്നുവെങ്കിലും അതൊരു സ്ഥിരമായ സമാധാനത്തിലേക്കുള്ള ഒരു പാതയായി നിലവിലെ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. കാരണം പൊടുന്നനവേ ഉണ്ടായ ഒരു പരസ്പരമുള്ള അക്രമം, പരസ്പരം വെല്ലുവിളികൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ പൊടുന്നനെ ഉണ്ടായ വെല്ലുവിളിയും അതിനോട് ചേർന്ന് നടന്ന പ്രത്യാക്രമണങ്ങളും വലിയ രീതിയിലുള്ള ഒരു സംഘർഷവും അനിശ്ചിതാവസ്ഥയുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലും ആ പ്രദേശത്താകമാനവും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമായി തുറന്നു കൊടുക്കണം എന്നുള്ള ധാരണ പാലിക്കുന്നതിന് ഇറാന് യാതൊരു താല്പര്യവുമില്ല. അത് മാത്രവുമല്ല, ആ സ്വതന്ത്രപാത തുറന്നു കൊടുക്കുന്നതിനോടൊപ്പം ഒമാൻ തീരത്തോടുകൂടി, അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു സൈഡ് ഇറാനോട് ചേർന്ന് കിടക്കുമ്പോൾ അതിന്റെ മറു സൈഡ് ഒമാനോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പൊ ആ പാതയിലൂടെ ഇറാന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ഇറാന്റെ പരിധിക്ക് അപ്പുറത്ത് ഗതാഗതം നടക്കുമ്പോൾ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ അവർ നേടിയെടുത്ത ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള ഹോർമൂസ് സ്ട്രെയ്റ്റിന്റെ നിയന്ത്രണം തങ്ങൾക്ക് കൈവിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അവർക്ക് വലിയ നഷ്ടമായി, തന്ത്രപരമായിട്ടുള്ള വീഴ്ചയായി, ദൗർബല്യമായി അവർ കാണുകയും അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിനെ ഇനി ഭാവിയിൽ തങ്ങൾ നിയന്ത്രിക്കും, അതിന് എന്ത് വില കൊടുക്കുവാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കുന്നിടത്താണ് അതിന്റെ ഭാഗമായി സൗദി അറേബ്യയുടെയും കഴിഞ്ഞ ദിവസം മറ്റ് ചില രാജ്യങ്ങളുടെയും ഒക്കെ കപ്പലുകൾ ആക്രമിക്കുകയും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവർ തമ്മിലുള്ള അക്രമം ഘടിപ്പിച്ചത്. ഇപ്പൊ ഈ അമേരിക്ക ഇതിന്റെ ഭാഗമായി ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെയും കപ്പലുകളെ ആക്രമിച്ചതിന്റെയും ഭാഗമായി അമേരിക്ക വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ആണ് ഇറാനിൽ നടത്തിയത്. 200-ൽ പരം കേന്ദ്രങ്ങളിൽ വിവിധ ദിവസങ്ങളായി നടത്തിയെന്നാണ് പറയുന്നത്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ദ്വീപുകളുണ്ട്, ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇതിനെല്ലാം ആക്രമിക്കുമ്പോഴും വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടാകുമ്പോഴും ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു ചിത്രവും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ UAE ഉൾപ്പെടെ ഖത്തർ, ജോർദാൻ, അതുപോലെ കുവൈറ്റ്, ബഹ്റിൻ, ഇത്തരം രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക സന്നാഹങ്ങളിലും സംവിധാനങ്ങളിലുമൊക്കെ ഇറാൻ നടത്തുന്ന അക്രമം കാര്യങ്ങൾ തീർത്തും വഷളാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുപോലെ തന്നെയാണ് യുദ്ധം ഉടനെ അവസാനിപ്പിക്കും, ഇറാന് കരാറിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങളോട് അപേക്ഷിച്ചു എന്ന് ട്രംപ് പറയുന്നു. അതിന്റെ തൊട്ടു പിന്നാലെ ഇറാൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു കരാറിലും ഏറ്റെടുത്തിട്ടുമില്ല. മാത്രവുമല്ല, ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് നിലവിലെ ഖൊമേനി പറഞ്ഞത്, ഞങ്ങളുടെ നേതാവിന്റെ മരണത്തിന് ഞങ്ങൾ പകരം വീട്ടും, യുദ്ധം ഇവിടെ നിന്നുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഞങ്ങളുടെ നേതാവിന്റെ കൊലപാതകം അതിന് പ്രതികാരം വീട്ടാതെ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അതിൽ വലിയൊരു സന്ദേശമുണ്ട്. മാത്രവുമല്ല, ഇറാനിൽ ഈ ശവസംസ്കാരത്തിന് തടിച്ചുകൂടിയ ജനങ്ങൾ ഇറാൻ ഭരണകൂടത്തിന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയെ ട്രംപിനെ പോലും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇറാൻ ഇപ്പോൾ കാര്യങ്ങളെ കാണുന്നത് തങ്ങൾക്കൊരു മേൽക്കൈ ഉണ്ട്, അമേരിക്കയുടെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടിയില്ല എന്ന് മാത്രമല്ല തങ്ങൾക്കൊരു മേൽക്കൈ ഉണ്ട് എന്നുള്ളൊരു ചിത്രം കൂടിയാണ്. മാത്രമല്ല, ട്രംപ് വിചാരിച്ചതുപോലെ കുറച്ച് സാമ്പത്തിക ആനുകൂല്യങ്ങൾ, അത് അവരുടെ ഫ്രോസൺ മരവിപ്പിച്ചിട്ടുള്ള നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇറാന് എണ്ണ വിൽക്കുവാൻ അനുവാദം കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഇറാൻ നേതൃത്വം അതിന് വിധേയമാകുമെന്നും അതിലൂടെ ധാരണാപത്രത്തിലൂടെ സമാധാനത്തിലേക്ക് പോകാമെന്നാണ് കരുതിയത്. പക്ഷെ അതൊന്നും നടക്കാൻ പോകാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അവിടുത്തെ ഭരണ നേതൃത്വം വളരെ തീവ്രമായിട്ടുള്ള നിലപാടാണ് യുദ്ധത്തെ സംബന്ധിച്ച് എടുത്തിട്ടുള്ളത് എന്ന ഒരു സന്ദേശമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇത്ര വ്യാപകമായൊരു അക്രമം നടത്തിയിട്ടും ഇറാൻ
തിരിച്ചടിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു സമാധാനമായിട്ട് മുന്നോട്ട് പോകുവാൻ യാതൊരു താല്പര്യമില്ല എന്നും, അതുപോലെ ഹോർമൂസ് കടലെടുക്ക് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ കടൽ തീരത്തൂടെ മാത്രമല്ല ഒമാനോട് ചേർന്ന് വെക്കുന്ന കടൽ തീരത്തോടു കൂടി ആരെയും ഒരു കപ്പലിനെയും വിടാൻ അനുവദിക്കില്ല ഞങ്ങളുടെ അനുവാദമില്ലാതെ എന്നുള്ള ഒരു വലിയ പ്രസ്താവനയും അതിന്റെ ഭാഗമായിട്ടുള്ള അക്രമങ്ങൾ നടത്തുന്നതും സംഘർഷം വലിയ നിയന്ത്രണത്തിനപ്പുറത്താക്കിയിട്ടുണ്ട്. അവിടെ എന്ത് പ്രതിവിധി എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പ്രതിവിധിയും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ട്രംപ് ഒരു കാര്യം പറയുന്നു, അതിന് നേരെ വിപരീതമായ കാര്യമാണ് ഇറാൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥത ശ്രമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. നേറ്റോയിലെ കഴിഞ്ഞ ടർക്കിയിൽ നടന്ന മീറ്റിംഗിൽ അവർ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് പാകിസ്ഥാനിൽ നിന്നോ മറ്റോ ഒന്നും പ്രസ്താവനകളൊന്നും തന്നെ വന്നിട്ടുമില്ല. അപ്പോൾ ഈ ശവസംസ്കാര ചടങ്ങിന് ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ പ്രതിനിധി സംഘത്തെ അയച്ചതാണ്. പക്ഷേ ആ രാജ്യങ്ങളെ തന്നെയാണ് തൊട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് ചോദിച്ചാൽ ഇക്കൂട്ടർ കൂടിയിരുന്ന് അവരുടെ കൂട്ടരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് വലിയ പ്രയാസമേറിയ കാര്യമാണ്. കാരണം രണ്ടുപേരും മുന്നോട്ട് വയ്ക്കുന്നത് പരസ്പര വിരുദ്ധങ്ങളായ താല്പര്യങ്ങളാണ്. അമേരിക്കയ്ക്ക് ഈ പ്രദേശത്ത് മേധാവിത്വം നിലനിർത്തേണ്ട ആവശ്യമുള്ളപ്പോൾ അത് ഇസ്രായേലിന്റെ സുരക്ഷയുമായിട്ട് കൂടി ബന്ധപ്പെട്ട ഒരു മേധാവിത്വം ആയതുകൊണ്ടും, എന്നാൽ ഇറാന് തങ്ങൾ നേരിട്ട തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നമുക്കറിയാമല്ലോ. ഇറാന്റെ പരമോന്നത നേതാവ് മാത്രമല്ല, മറ്റ് വിവിധ സംവിധാനങ്ങളുടെ പ്രതിരോധത്തിന്റെ ആണെങ്കിലും എല്ലാ നേതാക്കന്മാരെല്ലാം വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടാണ്. അപ്പോൾ അതിനൊരു പ്രതികാരം വീട്ടുവാൻ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വലിയൊരു ഭൗമശാസ്ത്രപരമായിട്ടുള്ള ആനുകൂല്യം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ നിയന്ത്രണത്തിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രതാപവും ഇനി തങ്ങളാണ് ഈ പ്രദേശത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലെ ഒരു പ്രധാന രാഷ്ട്രം എന്നുള്ളൊരു സന്ദേശവും അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ട് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന, പ്രത്യേകിച്ചും ഈ മേഖലയിലുള്ള മേധാവിത്വത്തെയും നിയന്ത്രണത്തെയും ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഈ രാജ്യങ്ങൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്നതല്ല. അമേരിക്കയെ അങ്ങനെ കൊച്ചാക്കി കാണിക്കുവാൻ വേണ്ടിയിട്ട് മറ്റ് വൻശക്തികളായിട്ടുള്ള ചൈനയും അതുപോലെ റഷ്യയും ഒക്കെ തന്നെ ഇറാന് നല്ല പിന്തുണയാണ് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില ആക്രമണങ്ങളിൽ ഇറാനിൽ നിന്ന് ചൈനയിലേക്കും അതുപോലെ റഷ്യയിലേക്കും റെയിൽ പാതയിലൂടെ വിവിധ സാധന സാമഗ്രികൾ വരികയും പോവുകയും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അത്തരം റെയിൽ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം കുറച്ചും കൂടെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയെ ഒന്ന് താഴ്ത്തിക്കെട്ടുവാൻ കിട്ടിയ ഒരു അവസരം ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി ഹോർമൂസ് കടലിടുക്കിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള താക്കീത്, തങ്ങളുടെ ഇഷ്ടപ്രകാരം ഇവിടെ കാര്യങ്ങൾ നടത്തുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അതിന് എന്ത് വില കൊടുക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. ഇതിൽ അമേരിക്കയ്ക്കും വലിയ രീതിയിലുള്ള ഒരു ഇറാനെ മനസ്സിലാക്കുന്നതിലൊരു പ്രശ്നമുണ്ട്. ഇറാൻ എന്ന് പറയുന്നത് വെറും ഒരു സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ ഒതുക്കാൻ കഴിയില്ല. കാരണം അതിനപ്പുറത്തുള്ള ഒരു ഐഡിയോളജിക്കൽ, ഒരു റാഡിക്കൽ ഇസ്ലാമിന്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിട്ടുള്ള അമേരിക്കയുടെ ഇംഗിതത്തിന് കീഴ്പ്പെടുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു വലിയ സന്ദേശം നൽകുന്ന ഒരു ഭരണകൂടത്തിന്റെ വിപ്ലവ വീതിയും കൂടി അവിടെ ഉണ്ട്. അതാണ് ഈ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ സാർ, ഈ ഒരു ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ തന്നെയല്ലേ ഏറ്റവും അധികം ഈ മിസൈൽ ഭീതിയിലും ആക്രമണ ഭീഷണിയിലും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. അവർക്കൊരു സമാധാനം എന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷത്തിനിടയിൽ ബലിയാടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രവാസികളടക്കം നിരവധി ആളുകൾ അവിടെ ഉണ്ട്, ഇന്ത്യക്കാരടക്കം നിരവധി ആളുകളുണ്ട്, മലയാളികളുണ്ട്. അപ്പോൾ അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ ഒരു സംരക്ഷണം നൽകേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ സംജാതമായിരിക്കുന്നത്. അതിന് ഒരു പോംവഴി എന്ന രീതിയിൽ അമേരിക്കയും ഇറാനും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട ഒരു സാഹചര്യം അത് അതിക്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലൊരു ധാരണയിൽ എത്തിയാൽ മാത്രമേ ഇപ്പോൾ ഇറാൻ അയൽവക്ക രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുവൈറ്റ്, അതുപോലെ ജോർദാൻ, സൗദി അറേബ്യ, കുവൈറ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അക്രമം നിർത്തുകയുള്ളൂ. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിലേക്ക് ഒരു മിസൈൽ അയച്ച് ഇറാൻ ഒരു അക്രമം നടത്തുവാനായിട്ടുള്ള ശേഷി, ദീർഘദൂര ശേഷിയുള്ള മിസൈലുകൾ നിലവിൽ ഇറാന്റെ പക്കലില്ല. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ എത്രയോ മൈലുകൾ ദൂരെ വന്നു നിന്നാണ് ഇറാനെതിരെ പോരാടുന്നത്. അപ്പോൾ അവരെ നേരിട്ടത് ബാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ മണ്ണിൽ ഇറാന്റെ ഒരു മിസൈൽ വീഴുകയോ ഒരു അമേരിക്കക്കാരൻ മരിക്കുന്ന ഒരു സാഹചര്യമില്ല. മറിച്ച് അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങളിൽ അമേരിക്ക ഒരുക്കി വച്ചിരിക്കുന്ന സൈനിക സന്നാഹങ്ങളെയും അമേരിക്കയുടെ വ്യാവസായിക താല്പര്യങ്ങളെയും
അതിനേക്കാളൊക്കെ ഉപരിയായി അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ടുള്ള പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലെ സംവിധാനങ്ങളെയും ജനങ്ങളുടെ ജീവിതത്തെയും മാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. കാരണം ഇറാൻ ആ തന്ത്രത്തിലൂടെ മാത്രമേ അമേരിക്കയെ ചൊൽപ്പടിയിൽ നിർത്താൻ കഴിയും. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞാൽ ഇറാന്റെ ഏറ്റവും വലിയ ആയുധമായി മാറിയിരിക്കുന്നത് അമേരിക്കയുടെ സുഹൃത്തുക്കളെ ആയുധവൽക്കരിക്കാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യങ്ങളുടെ ദൗർബല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് അമേരിക്കയെ നിലയ്ക്ക് നിർത്താം. കാരണം ഈ രാജ്യങ്ങൾ അമേരിക്കയുമായി സൗഹൃദം സ്ഥാപിച്ചത്, അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് അമേരിക്കയുടെ സൈനിക സംവിധാനത്തിന്റെ സംരക്ഷണം തങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യം എന്താണ്? അമേരിക്കയുടെ സുഹൃത്തുക്കളായതിന്റെ പേരിൽ ഇറാനിൽ നിന്നുള്ള അക്രമങ്ങൾക്ക് അവർ വിധേയമാകുകയും അവരുടെ എല്ലാത്തരം സാമ്പത്തിക ശേഷിയെയും സൈനിക ശേഷിയെയും അതുപോലെ സ്വൈര്യ ജീവിതത്തെയും, ദുബായ് എന്നൊക്കെ പറയുന്നത് ലണ്ടനേക്കാൾ പ്രാധാന്യമുള്ള ലോകത്തിലെ ഒരു വലിയ സിറ്റിയാണ്. അവിടുത്തെ നിക്ഷേപം കൊണ്ടും ടൂറിസ്റ്റുകളുടെ വരവുകൾ കൊണ്ടും സ്വൈര്യ ജീവിതം കൊണ്ടും ഒക്കെ യുദ്ധത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു. എന്നാൽ അതിനെല്ലാം കാറ്റിൽ പറത്തി പശ്ചിമേഷ്യയെ വീണ്ടും വളരെയധികം സംഘർഷ ഭൂമിയാക്കുന്ന അതിൽ ഏറ്റവും വലുത് അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂചിപ്പിച്ചതുപോലെ അത് വലിയ ആശങ്കയാണ്. കാരണം നമ്മുടെ എത്രയോ ലക്ഷം ജനങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ചും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 30% അവിടെ നിന്നുള്ള പണത്തിന്റെ വരവും പോക്കും വിനിമയങ്ങളും ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നവും അവിടെ ഗൾഫൊന്ന് തുമ്മിയാൽ നമുക്കിവിടെ പനി പിടിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ ആ വിവിധ രാജ്യങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചും പ്രത്യേക കേരളത്തെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ, ദൈനംദിന ജീവിത പ്രതിസന്ധികൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ പരിഹരിക്കും? ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഒരു അക്രമം അവരുടെ മണ്ണിൽ നടക്കാത്തത് കൊണ്ട്, എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ സന്നാഹങ്ങൾക്കും സംവിധാനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത് അമേരിക്കയെ സംബന്ധിച്ച് നാണക്കേടാണ്. പക്ഷേ ഇവർ പരസ്പരം നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ സാധാരണക്കാർക്കും ഇറാനിലെ സാധാരണക്കാർക്കും ദൈനംദിന ജീവിതത്തിനും ഈവൻ കേരളത്തിലെ പോലെയുള്ള ഗൾഫിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവരുമായി പരസ്പര ആശ്രയത്തിൽ ജീവിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾക്കുമാണെന്നുള്ളത് മറന്നു പോകുന്നിടത്താണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ പോകുന്നത്. ഇപ്പൊ ട്രംപിന്റെയൊക്കെ പ്രസ്താവനകൾ കണ്ടാൽ അവർക്കതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിലാണ് അത് കാണുന്നത്. ട്രംപിന് അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണെങ്കിലും ഈ യുദ്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ കുറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പറയുന്നത് എന്താണ്, മനുഷ്യനെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾക്ക് ചില സാഹചര്യങ്ങൾക്ക് അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തതായ അഭിമാനത്തിന്റെ പ്രശ്നങ്ങളും സ്വന്തം താല്പര്യങ്ങളും മാത്രം നോക്കുമ്പോഴാണ് യുദ്ധങ്ങൾ പരിധി വിട്ടു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്? ഇതിന് താമസിയാതെ ഒരു പരിഹാരം നമുക്ക് കാണുവാൻ കഴിയുമോ എന്ന വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയുക. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ CA ജോസൂട്ടി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഈ സംഘർഷം ഉടനടി അവസാനിപ്പിക്കേണ്ട ഒരു പ്രാധാന്യം കൂടി ഇരു രാജ്യങ്ങളും മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെ നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.